സ്പോട്ട് ലൈവിലേക്ക് മടങ്ങിയെത്തുമ്പോൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതകത്തിന് പിന്നാലെയാണ് നാം ഓരോരുത്തരും ഉള്ളത്. ഉത്തരം കിട്ടേണ്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സമൂഹവും പോലീസും ഒക്കെ അന്വേഷിക്കുന്നത് അതുതന്നെയാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് അരുൺ മോഹൻ കൂടി നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, അഫാനാണ് വ്യക്തമായ ഉത്തരങ്ങൾ ഈ വിഷയത്തിൽ നൽകേണ്ടത്. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്, മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഉള്ളത്. മാനസികാരോഗ്യ വിദഗ്ധരുടെ അടക്കം മേൽനോട്ടത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ നടക്കേണ്ടതുണ്ട്. പക്ഷെ അതിനുള്ള ആരോഗ്യനിലയിലാണോ അഫാൻ എന്നുള്ളത് ഇപ്പോൾ കൃത്യമായി പറയാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കൃത്യമായ വിശദമായ ചോദ്യം ചെയ്യലിലേക്കടക്കം പോലീസ് കടക്കുകയും ചെയ്യും. അതോടൊപ്പം ഈ വിഷയത്തിൽ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിലും അഫാനുമായി ബന്ധപ്പെട്ട കൂടുതൽ നിർണായകമായ വിവരങ്ങൾ നൽകാൻ സാധിക്കുന്ന ഒരാൾ അഫാന്റെ ഉമ്മ തന്നെയാണ്. ഉമ്മയും ഇപ്പോൾ മരണത്തോട് മല്ലടിച്ച് അവിടെ ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുക പ്രയാസമാണ് ഈ ഘട്ടത്തിൽ. പോലീസ് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അഫാനുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലാണ്, ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നുണ്ടോ? അഫാന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്നത്? ആര്യ, ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത് അഫാന്റെ ആരോഗ്യ നില എന്താണെന്ന് പരിശോധിക്കുന്നതിലേക്ക് പ്രത്യേക ഒരു മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് വിഷയങ്ങൾ എന്താണെന്ന് കണ്ടറിയാൻ പ്രത്യേക പോലീസ് സംഘവും, അങ്ങനെ 2 സംഘങ്ങൾ അഫാന്റെ പിന്നാലെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഈ ഒരു കൃത്യം, ഈ ക്രൂരകൃത്യം ചെയ്തതിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ ഹാജരായ അഫാൻ പറഞ്ഞതിന്റെ അനുസരിച്ച് താൻ വിഷം കഴിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രാധാന്യം, അയാളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ള പ്രാധാന്യം ഉള്ളതുകൊണ്ട് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ ഈ പറയുന്ന എലിവിഷമാണ് കഴിച്ചതെന്നുള്ളത് തുടർന്ന് എലിവിഷത്തിന്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നമുക്ക് അറിയാം. അത് ആ പ്രശ്നങ്ങളിലേക്ക് കടക്കാതിരിക്കുന്നതിനും അതിലൊരു നിരീക്ഷണത്തിന്റെ ഭാഗമായാണ് അയാൾ ഇപ്പോഴും ചികിത്സയിൽ തുടർന്നത്. നമുക്ക് ഇപ്പോഴും അയാൾ ചികിത്സയിലാണ്. ഒപ്പം ഈ സമയത്ത് തന്നെ ഇയാളുടെ ചില മൊഴികൾ ഉണ്ടായ വ്യത്യാസങ്ങൾ, ഇയാൾ നൽകുന്ന ചുറ്റിക വാങ്ങിയ സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന വിഷം കഴിച്ച രീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. പല കാര്യങ്ങളിലും വൈരുദ്ധ്യങ്ങൾ വന്നതിനെ തുടർന്നും ഇദ്ദേഹത്തിന്റെ മാനസിക നില പരിശോധിക്കാൻ വേണ്ടി ആരോഗ്യ വിദഗ്ധരുടെ ഉൾപ്പെടെ പരിശോധന ഇയാളെ വിധേയനാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പോലീസ് നിരീക്ഷണത്തിൽ തന്നെയാണ് ആരോഗ്യ പ്രത്യേക സെല്ലിലേക്ക് മാറ്റിയ, പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റിയ ആശുപത്രിയിലേക്ക് പ്രത്യേക നിരീക്ഷണ സ്ഥലത്ത് ഇപ്പോഴും പോലീസ് നിരീക്ഷണത്തിലിരിക്കുന്നു. ഒപ്പം ഇതിന്റെ ഭാഗമായി തന്നെ ചോദ്യങ്ങൾ കഴിയുന്ന രീതിയിൽ അയാളുടെ ആരോഗ്യം വീണ്ടെടുക്കുന്ന രീതിയിൽ അനുസരിച്ച് ചോദ്യം ചെയ്യലും പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആര്യ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഒപ്പം ഇവിടെ ഈ പറയുന്ന ഇയാളുടെ സഹോദരൻ അഫ്സാന്റെ ഒഴികെയുള്ള എല്ലാവരുടെയും മൃതദേഹം ഇതിനോടകം ബന്ധുക്കൾ ഏറ്റുവാങ്ങി എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. വളരെ വേദനയോടുകൂടിയായിരുന്നു ഈ പറയുന്ന ബന്ധുക്കൾ, ഒരു കുടുംബത്തിലെ പലരും എത്തി വേദനയോടുകൂടി നിറകണ്ണുകളോട് ഏറ്റുവാങ്ങിക്കൊണ്ടുവന്ന കാഴ്ചയും നമുക്കിവിടെ നിന്ന് കാണാൻ കഴിഞ്ഞു. ഇനി ഇയാളുടെ ഈ അഫാന്റെ പ്രിയപ്പെട്ട സഹോദരൻ എന്ന് കൊണ്ടു നടന്ന, അല്ലെങ്കിൽ മകനെ പോലെ കൊണ്ടു നടന്ന അഫാന്റെ മൃതദേഹമാണ് ഇപ്പോൾ ഇവിടെ ചേതനയിട്ട് കിടക്കുന്നത്. അതും ഏതാനും നിമിഷങ്ങൾക്കകം വിട്ടു നൽകിയാൽ പൂർണ്ണമായും എല്ലാവരുടെയും മൃതദേഹങ്ങൾ വിട്ടു നൽകും. നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് ചിറയൻകീഴുള്ള കാട്ടുമുറയ്ക്കൽ ജുമാ മസ്ജിദിലായിരിക്കും ഈ പറയുന്ന അഫാന്റെ സുഹൃത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അവരുടെ ബന്ധുക്കൾ ഏറ്റുവാങ്ങിപ്പോയി. മറ്റ് ഈ പറയുന്ന അഫ്സാന്റെ ഉൾപ്പെടെയുള്ള സാൽമ ബീവി, ലത്തീഫിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള 4 പേരുടെയും സംസ്കാര ചടങ്ങുകൾ ഈ പറയുന്ന പാങ്ങോട് ജമാ മസ്ജിദിൽ നടക്കും. അതിനുള്ള ഒരുക്കങ്ങളും ഒക്കെ പൂർത്തിയായി വരുന്നു. എന്തായാലും വൈകിട്ടോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. ഒപ്പം സംസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തിയാകുമ്പോഴും നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ എന്തിനാണ്, എങ്ങനെയാണ്, എന്തായിരുന്നു ഇതിന് പിന്നിൽ എന്നുള്ള നിരവധി ഉത്തരങ്ങൾ ഇനി കിട്ടാനുണ്ട്. ആ ഉത്തരങ്ങൾക്ക് പിന്നാലെയായിരിക്കും. ഈ ഉത്തരങ്ങൾ പറയേണ്ടത് തീർച്ചയായും ഈ പ്രതി തന്നെയാണ്. പ്രതിയുടെ ആരോഗ്യനില വീണ്ടെടുത്താൽ ഉടൻ തന്നെ അയാളെ കൂടുതൽ ചോദ്യം ചെയ്യും. ഇതിന് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പം സജ്ജമാണ്. പക്ഷെ ആരോഗ്യനിലയ്ക്ക് പ്രാധാന്യം നൽകുന്നു, അദ്ദേഹത്തിന്റെ അവസ്ഥ പ്രാധാന്യം നൽകുന്നു. ഡോക്ടർ സംഘം ഇയാളെ ചോദ്യം ചെയ്യാൻ പ്രാപ്തനാണ് എന്ന് പറയുന്ന മുറയ്ക്ക് തീർച്ചയായും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിലൂടെ ചുരുളുകൾ അഴിഞ്ഞു തുടങ്ങുമെന്ന് തന്നെയാണ് ആര്യ നമുക്ക് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. ആര്യ. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കൊല്ലപ്പെട്ട 5 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. വൈകുന്നേരത്തോടുകൂടി 5 പേരുടെയും സംസ്കാര ചടങ്ങുകളും നടക്കും.
അഫാൻ മുൻപ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നതായി ഒരു ബന്ധു വെളിപ്പെടുത്തുകയാണ്. സഹോദരനോടാണ് കുടുംബത്തിലെ എല്ലാവർക്കും ഇഷ്ടമെന്ന കാരണത്താൽ എലിവിഷം കഴിച്ചിരുന്നു. ലഹരി ഉപയോഗിക്കാൻ അഫാൻ ബന്ധുക്കളോട് പണം ചോദിക്കാറുണ്ടായിരുന്നുവെന്നും കിട്ടാത്തപ്പോൾ ദേഷ്യം പ്രകടിപ്പിക്കുമായിരുന്നുവെന്നും ഈ ബന്ധു പറയുന്നു. വീട്ടിൽ കൊണ്ടുവന്ന പെൺകുട്ടിയെ തിരികെ കൊണ്ടുപോകാൻ പറഞ്ഞതും കൊലപാതകത്തിന് കാരണമാകാമെന്നും ഈ ബന്ധു ഷിജു അബൂബക്കർ ചൂണ്ടിക്കാട്ടുന്നു. ബന്ധുക്കളുമായിട്ടൊക്കെ നല്ല അത്യാവശ്യം ഇതാണ്. പിന്നെ കുറച്ച് നാളായിട്ട് അവന് കുറച്ച് ആഡംബര ജീവിതം, പൈസ ചോദിക്കുന്നു, എല്ലായിടത്തും പൈസ ചോദിക്കും. ഇപ്പം എൻ്റെ വൈഫിൻ്റെ ബന്ധുവാണ്. കുടുംബത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എല്ലായിടത്തും പൈസ ചോദിക്കും. പൈസ ചോദിച്ച് കൊടുത്തില്ലെങ്കിൽ അവന് ദേഷ്യമാണ്. ഈ വൈരാഗ്യമാണ് അവൻ എല്ലായിടത്തും വെച്ചുകൊണ്ടത്. അപ്പോൾ ഇവനെ ചിലവിന് കൊടുക്കാൻ ജീവിക്കാൻ മാർഗ്ഗമില്ലാതെ ഒരു പെൺകുട്ടിയെ കൂടെ വിളിച്ചുകൊണ്ട് വന്നു. 3-4 ദിവസമുള്ള ഒരു പെൺകുട്ടിയെ കൂടെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഇവർ എല്ലാവരും എതിർത്തു. ഈ കൊച്ചച്ഛനെന്ന് പറയുന്നത്, കൊച്ചച്ഛനെയാണ് അവൻ ഉപദ്രവിച്ചിരിക്കുന്നത്. വലിയച്ഛനെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഇതിനെ എതിർത്തതാണ്, കൊണ്ടാക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ഉപദേശിക്കുക ചെയ്യുമായിരുന്നു. ഉപദേശിക്കുന്ന രൂപേണ അവൻ ഇതെല്ലാം വൈരാഗ്യമായിട്ട് കൊണ്ടിട്ടിരുന്നു. അവൻ ഡ്രഗ്സിൻ്റെ അടിമയാണ്. ആദ്യമൊക്കെ എല്ലാവരും പൈസയൊക്കെ ഉള്ളപ്പോഴൊക്കെ ചോദിക്കുമ്പോൾ കൊടുക്കും. ഞാനിപ്പോൾ കൊടുക്കാതായപ്പോൾ എല്ലാവരോടും വാശി കയറി. അപ്പോൾ ഈ പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടാക്കാൻ വീട്ടുകാർ പറഞ്ഞു പോയി. അപ്പോൾ അതിൻ്റെയൊക്കെ വാശിയാണ് ഈ കുട്ടി വിളിച്ചുകൊണ്ട് വന്ന കുട്ടിയെ തിരിച്ചു കൊണ്ടാക്കാനായിട്ടുള്ള ഇതും. അതായിരിക്കും ആ കുട്ടിയെ കൊന്നത്. അവളുടെ ഒന്നും പൈസയൊക്കെ മേടിച്ചിട്ടുണ്ട്. അത് വാപ്പയാണ് ആ കടമൊക്കെ തീർത്തിട്ടുള്ളത്. ഈ കുട്ടിയുടെ നിന്നൊക്കെ പൈസ വാങ്ങിച്ചാൽ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്. പല കടങ്ങളും അദ്ദേഹം പൈസ ഉണ്ടായിരുന്നപ്പം കടമൊക്കെ തീർത്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ പുള്ളിക്ക് പോലും ഗൾഫിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്, കടം. അപ്പോൾ അതുകൊണ്ടിപ്പോൾ ആരും പുള്ളിക്ക് വീട്ടിൽ നിന്ന് പൈസയൊന്നും കിട്ടത്തില്ല. ആൺകുട്ടികളല്ലേ, അപ്പം അല്ലെങ്കിൽ ബഹളം വയ്ക്കും, അപ്പം എന്തെങ്കിലും കൊടുക്കും. ഈ മക്കൾ ഈ സിനിമയും ഇതുമൊക്കെ കണ്ടിട്ടല്ലേ വരുന്നത്. സഹോദരനുമായിട്ട് അവൻ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് കുഞ്ഞിലെ അവൻ എലിവിഷം അടിച്ചിട്ടുണ്ട്. ആർക്കും ഇവൻ ഇഷ്ടമല്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ അവനുണ്ടായിരുന്നു. എല്ലാവർക്കും അനിയനെയാണ് ഇഷ്ടം എന്നൊക്കെ ഉള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു എന്ന് കേൾക്കണം. അവൻ വിഷം കഴിച്ചിട്ടുണ്ട്. അന്ന് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്താണ് അവനെ കൊണ്ടുവന്നത്. ഇത്തരത്തിൽ മുൻപും മാനസിക അസ്വാസ്ഥ്യങ്ങൾ പല തരത്തിൽ അഫാൻ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ബന്ധു പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിലൊക്കെ കൂടുതൽ അന്വേഷണവും സ്ഥിരീകരണവും ഒക്കെ വരണം. ബന്ധുക്കൾക്കും നാട്ടുകാർക്കുമൊക്കെ അഫാനെയും കുടുംബത്തെക്കുറിച്ചുമൊക്കെ പല അഭിപ്രായങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ നമുക്കൊപ്പം അഭിലാഷ് എസ് കൂടി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 6 മണിക്കൂറിൽ നടത്തിയ 5 പേരാണ് കൊല്ലപ്പെട്ടതെങ്കിലും 6 കൊലപാതക ശ്രമങ്ങൾ, അതും 3 സ്ഥലങ്ങളിലായിട്ടാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത് എന്നുള്ളതാണ്. 6 കൊലപാതകങ്ങളും നടത്തിയത് എന്നുള്ളതാണ്. എങ്ങനെയാണ് പോലീസിന്റെ ഒരു അന്വേഷണം ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത്? പോലീസ് ആദ്യം തന്നെ പറഞ്ഞിരുന്നു ചോദ്യം ചെയ്യലിനോട് അഫാൻ സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യം. ഈ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും പോലീസ് പറഞ്ഞിരുന്നു. കൃത്യമായി കൊലപാതകം ചെയ്ത രീതികൾ, ഏത് ആയുധം ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയത് എന്നുള്ള വിവരം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ കൊല്ലപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ കൃത്യമായി പറയാൻ കഴിയൂ എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. മാത്രമല്ല, ഈ പ്രതി ഇത്തരത്തിൽ ഏതെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള സംശയം പോലീസിന് വ്യക്തമായി തന്നെയുണ്ട്. ഇത് സംബന്ധിച്ചുള്ള രക്തസാമ്പിളുകളുടെ പരിശോധനാ ഫലവും പോലീസ് നിർണായകമായി തന്നെ കാണുന്നുണ്ട്. എന്തായാലും കേന്ദ്രീകരിച്ച് നടത്തിയ ചോദ്യം ചെയ്യൽ, പ്രതിയോട് ചോദിച്ചപ്പോൾ കൊലപാതകത്തിന് ഉപയോഗിച്ച ചുറ്റിക വെഞ്ഞാറമൂടിലുള്ള ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയതെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ വെഞ്ഞാറമൂടിൽ നിന്നും ഈ പ്രതിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു ഷോപ്പ് തന്നെയാണ് പ്രതി കൃത്യമായി പറഞ്ഞത്. എന്നാൽ ഈ ഹാർഡ്വെയർ ഉടമ ഈ പ്രതിയെ കണ്ടതായി ഓർക്കുന്നില്ല എന്നുള്ള വിവരമാണ് നമ്മളോട് പറഞ്ഞത്. അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാരും ഈ പ്രതി അവിടെ ചെന്നിട്ടില്ല എന്നുള്ള വിവരമാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. അത് മാത്രമല്ല, ഈ മുത്തശ്ശിയുടെ പക്കൽ നിന്നും എടുത്ത ഒരു കമ്മൽ, അത് വെഞ്ഞാറമൂട്ടിലെ ഒരു ഫിനാൻസിലാണ് പണയം വെച്ചിരുന്നു പറഞ്ഞു. അവിടെയും പോലീസ് അവരെ അന്വേഷിച്ചു. ആ സമയം അവരും ഇത് നിഷേധിക്കുകയുണ്ടായത്. എന്നാൽ ഈ അഫാൻ അവിടെ നേരത്തെ സ്ഥിരം കസ്റ്റമറായിരുന്നു. അവിടെ നേരത്തെ പണമിടപാടുകൾ നടത്തിയിരുന്നു. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ ദിവസമൊന്നും ഈ പ്രതി അവിടെ ചെന്നതായി ഓർക്കുന്നില്ല, അല്ലെങ്കിൽ ചെന്നിട്ടില്ല എന്നുള്ള വിവരമാണ് ഈ ഫിനാൻസ് സ്ഥാപനങ്ങളും പറയുന്നത്. എന്തായാലും പോലീസ് ഈ പരിശോധനാ ഫലങ്ങളും ബാക്കിയുള്ള പോസ്റ്റ്മോർട്ടം നടപടികളും ഒക്കെ പൂർത്തിയായതിനു ശേഷം വിശദമായി തന്നെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇത്തരത്തിൽ ഈ ക്രൂരമായി കൊലപാതകം ചെയ്യുന്നതിനുള്ള കാരണം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള നിലപാടിലാണ് പോലീസ്. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആംബുലൻസ് ഡ്രൈവറുടെ ഒരു വെളിപ്പെടുത്തൽ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഒരുപക്ഷെ കേട്ടിരിക്കാൻ ബുദ്ധിമുട്ടാകും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്നുള്ളതാണ്.
വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ആംബുലൻസ് ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായത്. വെടിയേറ്റതാണെന്നാണ് ആദ്യം കരുതിയത്. ഉമ്മയുടെ തലയൊട്ടി തകർന്ന നിലയിലാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും ആംബുലൻസ് ഡ്രൈവർ ഷഫീർ ന്യൂസ് 18നോട് പറഞ്ഞു. കേൾക്കാം. വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതകത്തിന്റെ നടുക്കത്തിലാണ് കേരളം. ഈ അതിക്രൂരമായ കൊലപാതകം നടന്ന പേരുമലയിലെ വീട്ടിൽ നിന്ന്, അഫാന്റെ വീട്ടിൽ നിന്ന് ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്ന സമയത്ത് അവിടേക്ക് ആദ്യമെത്തിയ ആംബുലൻസ് ഡ്രൈവർ എന്നോടൊപ്പം ചേർന്നു. എന്താണ് താങ്കളുടെ പേര്? സഫീർ. സഫീറിനെ ആരാണ് ഈ സംഭവം വിളിച്ചത്? എന്റെ കൂട്ടുകാരനാണ് വിളിച്ചതെന്ന് പറഞ്ഞാൽ രണ്ടുപേരും വിഷം കുടിച്ച് ഇവിടെ കിടക്കുന്ന അങ്ങനെ പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പോൾ നമ്മള് ഇപ്പോൾ ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് നമ്മളെ ഓണറിന്റെ വീട് എവിടെയാണ്, അപ്പോൾ ഓണറിന്റെ അടുത്ത് ഒന്നും കൂടി ചെന്ന് നോക്കാൻ പറഞ്ഞ് കാര്യമുള്ളതാണോ. ഓണർ വന്നിട്ട് നമ്മളെ വിളിച്ച് പെട്ടെന്ന് വിളിച്ചിട്ട് വണ്ടി എടുത്ത് പെട്ടെന്ന് വാന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഓടി വന്നപ്പോൾ 3 നമ്മളൊരു 6:30-7 മണിക്കകത്ത് ആ സമയത്താണ് ഇവിടെ എത്തിയത്. വന്നപ്പോ പെട്ടെന്ന് തന്നെ പോലീസുകാരെല്ലാം പറഞ്ഞ് സ്ട്രെച്ചറൊക്കെ പെട്ടെന്ന് ഇടന്ന് പറഞ്ഞ് സ്ട്രെച്ചറൊക്കെ എടുത്ത് കൊടുത്തുവിട്ട്. അപ്പം അകത്ത് അവന്റെ കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവനും കൂടെ അകത്ത് കയറി പോയി. അകത്ത് കയറിപ്പോ എടാ ഇങ്ങനെയാണ് കാര്യമെന്ന് പറഞ്ഞ് അപ്പൊ പെട്ടെന്ന് തന്നെ വണ്ടിയൊക്കെ വളച്ചിട്ട് അവന്റെ ഉമ്മയെ ആദ്യം കയറ്റി. ഉമ്മയുടെ ബാക്ക് തല ഇവിടെയൊക്കെ കുറച്ച് പൊട്ടലും പിന്നെ മുഖത്തൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ പോയിട്ട് ചതയൊക്കെ പോയിട്ടുണ്ടായിരുന്നു മുഖത്ത്. അപ്പൊ തന്നെ ഉമ്മ എടുത്ത് കയറ്റി. അപ്പം ഇവിടെ കൊണ്ടുപോയപ്പോ അവന്റെ നമ്മളെ ബാക്കിരുന്ന ആളിന്റെ കൈ തന്നെ അവന്റെ ഉമ്മ മുറുകെ പിടിച്ചിരുന്നു. കയ്യിൽ പിടിച്ചിട്ടുണ്ട്, നല്ല മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ ഇവിടെ നിന്ന് തന്നെ ഗോകുല ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. വെഞ്ഞാടൊക്കെ എത്തിയപ്പോൾ തന്നെ കൈയൊക്കെ പതുക്കെ അങ്ങ് എടുക്കാൻ തുടങ്ങി. ബാക്കിരുന്ന ആള് പറഞ്ഞാണ് കൈയൊക്കെ എടുക്കാൻ തുടങ്ങി. സ്പീഡിനെത്തി പെട്ടെന്ന് പോകുന്നു പറഞ്ഞു. അങ്ങനെ നേരെ ഗോകുല ആശുപത്രിയിൽ നിന്ന് കയറ്റി. അവിടെ നിന്ന് കയറ്റിയപ്പോ നമ്മളെ നേരെ കയറ്റിയാണ് ചെയ്തത്. ഈ മറ്റു രണ്ടുപേര് അവരെ ഏതവസ്ഥയിലാണ് ഈ വീടിനകത്ത്? മറ്റേ എന്നിട്ട് ഞാൻ വിളിച്ചായിരുന്നു, അങ്ങ് ചെന്നിട്ട് വിളിച്ചായിരുന്നു. ബാക്കി അപ്പൊ ആംബുലൻസ് ഒന്നും വന്നില്ല. നമ്മൾ ഇവിടെ എന്റെ കൂട്ടുകാരൻ തന്നെ അരുണെന്ന് പറയുന്ന അവൻ 2-3 ആംബുലൻസ് കൂടെ വിളിച്ചിട്ട് അവൻ പറഞ്ഞാടാ ബാക്കി 2 പേര് ഡെത്തായി കിടക്കുക എന്ന് പറഞ്ഞു. അല്ല, എന്താ സംഭവിച്ചതാണ്? അതായത് എങ്ങനെ സംഭവിച്ചതാണ് ഇത്? കൃത്യം എങ്ങനെയാ നടത്തിയെന്നുള്ള എന്തെങ്കിലും സൂചന ആദ്യം ഈ കണ്ട ആർക്കെങ്കിലും മനസ്സിലായിരുന്നു? എന്ന് പറഞ്ഞാൽ കുത്തിക്കൊല്ലപ്പെടുത്തിയതാണോ അതോ ചിറ്റിയിൽ വെച്ച് എന്തോ നല്ല ഇത് വെച്ച് അടിച്ചിട്ടുണ്ട്? കാരണം മുഖത്ത് നല്ലൊരു കുഴിയുണ്ട് എല്ലാവരുടെ. മറ്റേ പയ്യന്റെ ഒരു കണ്ണില്ല, ഒരു കണ്ണ് മാത്രം നല്ല തുറന്നിരിപ്പുണ്ട്. ഒരു കണ്ണ് ഫുൾ അങ്ങ് അകത്ത് പോയി. 2 കണ്ണും തുറന്നിരിപ്പുണ്ടെങ്കിൽ ഒരു കണ്ണിന്റെ അകത്ത് ഒന്നും കാണാനില്ല, മൊത്തമൊക്കെ അങ്ങ് അകത്ത് പോയി. അങ്ങനെയാണ് ഇരിക്കുന്നത്. മറ്റേ പെണ്ണിന്റെ നെറ്റിയിലും കവിളിലുമായിട്ടാണ് നല്ലൊരു കുഴിയുണ്ട്. 5 പേരെ അഫാൻ കൊലപ്പെടുത്തിയതിന്റെ ഞെട്ടലിലാണ് വെഞ്ഞാറമൂട് പേരുമല നിവാസികൾ. ഒരു പകൽ മുഴുവൻ സമയമെടുത്ത് നടത്തിയ ആസൂത്രിത കൊലപാതകങ്ങൾ. അതിനിടയിൽ ഈ അഫാനെയും അഫാന്റെ അനിയനെയും കൊല്ലപ്പെട്ട ഫർസാനെയും ഒക്കെ കണ്ട പ്രദേശവാസികളുണ്ട്. അവരിൽ ചിലരുടെ പ്രതികരണങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നാട്ടുകാരോടെല്ലാം നല്ല രീതിയിലാണ് അഫാൻ ഇടപെട്ടിരുന്നത് എന്നവർ പറയുന്നു. ഇന്നലെ വൈകുന്നേരം സ്കൂൾ വിട്ടുവന്ന അനുജനെ കാത്ത് അഫാൻ വഴിയരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് ഇരുവരും ഒരുമിച്ച് ബൈക്കിൽ കയറിപ്പോയി. തിരികെ കയ്യിൽ ഒരു കവറുമായി അനുജൻ ഓട്ടോയിൽ വന്നിറങ്ങുന്നത് കണ്ടെന്നും അയൽവാസി ന്യൂസ് 18നോട് പറഞ്ഞു. കൂട്ടക്കൊലപാതകം നടന്ന വെഞ്ഞാറമൂട് പേരുമലയിലെ അഫാന്റെ വീടിനോട് ചേർന്നുള്ള ഒരു കൊച്ചു കടയിലാണ് ഞാനുള്ളത്. ഈ കടയിലാണ് അഫാന്റെ ഉമ്മയും അനിയനുമൊക്കെ സാധാരണയായി അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി എത്തിയിരുന്നത്. ഈ കടയിലെ ചേച്ചി നമ്മളോടൊപ്പം ചെയ്യുന്നത്. എന്താണ് പേര്? സുന്ദു. എത്ര നാളായിട്ട് അറിയവര്? നമ്മളിവിടെ വന്നിട്ട് 10 വർഷമായി. നമ്മൾ വന്നതിന് ശേഷമാണ് അവർ വന്നത്. അപ്പോഴൊട്ടെ ഞങ്ങൾ കട ഇട്ടിട്ട് 4-5 വർഷമായി. കടയുടെ ഉദ്ഘാടനത്തിന് അവരെ വിളിച്ച് വന്ന് സാധനം വാങ്ങിച്ച് അന്ന് തൊട്ടേ കടത്തിനും വാങ്ങിക്കും, പൈസ തന്നും വാങ്ങിക്കും. ഈ ഉമ്മയെ കാണാറുണ്ട്? ഉമ്മ വരും, അവൾ വന്ന് രാവിലെയൊക്കെ ഓടിക്കൊണ്ട് വരും മാവ് വാങ്ങിക്കാനും. കൊച്ചുങ്ങൾക്ക് പോകണമല്ല, പഠിക്കാൻ പോകണോണ്ട് ഓടിക്കൊണ്ടുവരും. നല്ല സ്നേഹമുള്ളവളാണ്. ഈ പയ്യൻ ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നു? അവനും വരും. ഇപ്പൊ ഒരു 2-3 മാസം കൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞില്ല. ഇളയ എന്നും വരും, എന്നും കൊച്ചു മോയണ്ടല്ല അവൻ വരും. ഇന്നലെ 4 മണിക്ക് സ്കൂള് വിട്ടു പോണു. 4:30 ഞാൻ ഇവിടെ നിൽക്കായിരുന്നു. കൊച്ചിങ്ങനെ പോവായിരുന്നു. പോയിട്ട് അവിടെ നിൽക്കായിരുന്നു. മൂത്തയാള് ബൈക്കിൽ ഇരിക്കായിരുന്നു. എന്നിട്ട് അവൻ തന്നെ ഇവനെ കയറ്റിക്കൊണ്ട് ഇങ്ങോട്ട് പോണ കണ്ട് ഇങ്ങനെ പോണ കണ്ട് തിരിച്ച് ഇളയാള് മാത്രം സ്കൂട്ടർ ആട്ടയില് വരണുണ്ട്. വന്ന് ഒരു കവറും കൈയിരിക്കായിരുന്നു. ഈ കൊച്ചുമോണ്ടല്ല ആ മോൻ. അപ്പൊ ഒരു 5:30 മണിക്കകത്ത് അത്രയാവുള്ളൂ. അതിനപ്പുറം പോലും 5-5:30 വരും.
അപ്പൊ ഈ ചേട്ടനെ കണ്ടില്ല? പിന്നെ ഞാൻ അവനെ കണ്ടില്ല. അങ്ങോട്ട് കൊണ്ടുപോണതേ കണ്ടോളൂ, പിന്നെ മൂത്തവനെ കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾ എപ്പോഴാണ് ഈ കാര്യം അറിഞ്ഞത്? അത് ജീപ്പ്, പോലീസ് ജീപ്പ് വന്നല്ലേ, ഞങ്ങൾ ഇവിടെ നിൽക്കിയില്ലേ, ഒരു ജീപ്പ് നിർത്തിയിട്ട് ജീപ്പ് ശകലം ബാക്കിലോട്ട് വന്ന് ഉയരോട്ട് കയറിയപ്പം ഇവിടെ SI സാറിന്റെ വീട്ടിൽ ആരെങ്കിലും ബന്ധുക്കൾ വന്നതായിരിക്കുമെന്ന് വിചാരിച്ചു. അല്ലാതെ ഇങ്ങനെ ഒരു സംഭവം വീട്ടിൽ ഇവൻ ചെയ്യുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂ. എന്നുവെച്ചാൽ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അറിഞ്ഞു, ഒരു പാവമാണ് രണ്ടുപേരും. ഇളയനെന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമായിരുന്നു, കെട്ടിപ്പിടിച്ചോണ്ടൊക്കെയാണ് ഇവിടെ സാധനത്തിന് പറഞ്ഞത്. അവർ രണ്ടുപേരും നേരത്തെയൊക്കെ, ഇപ്പൊ ഒറ്റയ്ക്ക് ഇളയാൻ വരും. എന്നാലും പള്ളിയിൽ രണ്ടുപേരും ഒരുമിച്ചൊക്കെയാണ് പോണത്, ഞാൻ കണ്ടിട്ടുണ്ട്. ബുള്ളറ്റിന്റെ പുറകെ ഇരുത്തിയൊക്കെ. ഈ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നം അത് നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഈ ഇർഫാനെയും സഹോദരനെയും ഉമ്മയെയും കുറിച്ചൊക്കെ നാട്ടുകാർക്ക് പറയാനുള്ളത് നല്ല വാക്കുകൾ മാത്രമാണ്. പിന്നെ എങ്ങനെ ഇങ്ങനെ ഒരു ക്രൂര കൊലപാതകം ചെയ്യാൻ ഇർഫാൻ തയ്യാറായി എന്നതാണ് എല്ലാവർക്കും ഇപ്പോഴും ആശ്ചര്യമുണ്ടാക്കുന്നത്. ക്യാമറമാൻ ബിബിൻ ബുറോയ്ക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. സ്വന്തം വീട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള പിതൃ സഹോദരന്റെ വീട്ടിലെത്തി കൊടും ക്രൂരതയാണ് പ്രതി നടത്തിയത്. ഇത്രയും കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഈ പ്രതി അവിടെ എത്തി കൊലപാതകം നടത്തി എന്ന് പറയുമ്പോൾ തന്നെ അത് കേൾക്കുന്നവർക്കെല്ലാം ആശ്ചര്യം ഉളവാക്കുന്നതാണ്. കൊലപാതകം അയൽവാസികൾ അറിയുന്നത് പോലീസ് സംഘം അന്വേഷിച്ച് എത്തിയപ്പോൾ മാത്രമാണ്. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള സമയത്താണ് 3 ഇടങ്ങളിലായി പ്രതി അഫാൻ 5 പേരെ കൊലപ്പെടുത്തിയത്. ആദ്യം കൊലപ്പെടുത്തിയത് പിതാവിന്റെ മാതാവിനെ. അത് പാങ്ങോടായിരുന്നു സംഭവം. പിന്നീടെത്തിയത് ഇവിടെ പിതാവിന്റെ മൂത്ത ജ്യേഷ്ഠൻ അബ്ദുൽ ലത്തീഫും ഭാര്യ സാജിദയും താമസിക്കുന്ന വീട്ടിലേക്ക്. ഇത് എസൻ പുരം എന്നാണ് ഈ സ്ഥലത്തിന് പേര്. ഈ വീട്ടിൽ കൊലപാതകം നടക്കുമ്പോൾ പരിസരത്തുള്ള ആരും അതേക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. അതിനൊരു കാരണം കൂടിയുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. ഈ വീടിന് തൊട്ടടുത്ത ഒഴിഞ്ഞ പറമ്പാണ്. പിന്നെ അടുത്തുള്ള ഒരു വീടാണ്. അവിടെയും വൃദ്ധരായ ആൾക്കാരാണ് താമസിക്കുന്നത്. എന്നാൽ ഈ വീടിന്റെ മുൻവശത്തെ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. പൂർണ്ണമായും ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ വീടുകളോ മറ്റു കെട്ടിടങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നിന്നൊരു നിലവിളി ഉയർന്നാൽ, ബഹളം കേട്ടാൽ പെട്ടെന്ന് ആരെങ്കിലും ഓടിയെത്താൻ ഇല്ല. ഇത് തന്നെയാണ് ഈ കൊലപാതകി ഇവിടെ എത്തുമ്പോൾ കൊല നടത്തുന്നതിന് അനുകൂലമായ ഒരു സാഹചര്യമായി മാറിയതും. മാത്രമല്ല 23-കാരനായ ബന്ധു വീട്ടിലേക്ക് വരുമ്പോൾ അത് കൊല നടത്തുന്നതിന് വേണ്ടിയാണെന്ന് ഈ വീട്ടുകാർ ധരിച്ചിരുന്നതുമില്ല. ഈ വീട്ടിലേക്ക് എത്തി ഹാളിലാണ് ലത്തീഫിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മുഖത്ത് 20ഓളം മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. അതായത് ചുറ്റിക കൊണ്ടാണ് മുഖത്തടിച്ചത്. നെഞ്ചിന് മുകളിൽ തലയ്ക്ക് ക്ഷതമേറ്റായിരുന്നു മരണം. ഇതേ രീതിയിൽ തന്നെയാണ് സാജിദയും കൊല്ലപ്പെട്ടത്. നെഞ്ചിന് മുകളിൽ തലയ്ക്ക് അടിയേൽക്കുകയായിരുന്നു. നിരവധി തവണ ഇത്തരത്തിൽ അടിയേറ്റു. ഈ വീടിന്റെ ഹാളിൽ സോഫയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു അബ്ദുൽ ലത്തീഫിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. അടുക്കളയിലായിരുന്നു സാജിദയുടെ മൃതദേഹവും. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് പിന്നീട് അന്വേഷണ സംഘം കൊണ്ടുപോവുകയും ചെയ്തു. സന്തോഷ് മണക്കാടിനൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.